അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യ പഠിച്ചു, സിംഗിൾ ക്രോഷ്യ പഠിച്ചു, ചെയിൻസ് പഠിച്ചു, അങ്ങനെ എല്ലാം നോക്കി. ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഒരു സിമ്പിൾ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ആ മാജിക് റിങ് ചെയ്യാം. നൂല് ഹുക്കിലിട്ടു ഒന്നുകൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രാവശ്യം നൂല് വലിച്ചെടുത്തിട്ട് വിരലിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 3 ചെയിൻസ് ചെയ്യുക. ഇനി നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഈ മാജിക് റിങ്ങിൽ 24 ഡബിൾ ക്രോഷിയേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷിയെ 3, അതായത് നമ്മൾ ആ 3 ചെയിൻസിനെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ നമ്മളിപ്പോൾ 4 എണ്ണം ചെയ്തു. പിന്നെ 5, ആദ്യത്തെ 2 പിന്നത്തെ 2 എടുക്കുക. സൂചിമേൽ നമ്മൾ നൂല് ഒന്ന് ചുറ്റിയെടുത്തിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ എടുത്ത് നമുക്ക് 3 നൂല് കിട്ടും. അതിലാദ്യം 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നെ 2 എണ്ണത്തിൽ കൂടി. ഡബിൾ ക്രോഷ്യൊക്കെ എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ ഈ റിങ്ങിൽ 24 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യണം. ഓരോ ഡബിൾ ക്രോഷ്യം ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് 24 എണ്ണായാൽ ആ ഫസ്റ്റത്തെ 3 ചെയിൻസ് ചെയ്യുന്നില്ലേ, അതിൻ്റെ 3ാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാജിക് റിങ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എങ്ങനെയാണ് നമ്മൾ മാജിക് റിങ് ഇത് നമ്മൾ എന്നിട്ടിനി ആ ഫസ്റ്റത്തെ ആ നൂല് നല്ലോണം വലിച്ച് ടൈറ്റൻ ചെയ്തിട്ട് എക്സസ് ഉള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യേഴ്സും ചെയ്യാണ്. അങ്ങനെ 20 എണ്ണം കഴിഞ്ഞു. അങ്ങനെ 24 എണ്ണം ആയി. ഇനി നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ റൗണ്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഫിനിഷായി. അങ്ങനെ നമ്മളെ ഫസ്റ്റ് റൗണ്ട് റെഡി. ഇനി ഒരു ചെയിൻ ഇടുക. ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ സിംഗിൾ ക്രോഷ്യ, 1 ചെയിൻ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ എല്ലാ ചെയിൻസിലും നമ്മൾ ഒരു ചെയിൻ ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് എടുക്കുക. ചെയിൻ സിംഗിൾ ക്രോഷ്യ, ചെയിൻ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ആ 24 ചെയിൻസിലും ഒരു ചെയിൻ ഇടുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ചെയിൻസ് ഇടുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കുക. ഒരു സിമ്പിൾ ഫ്ലവറാണ്, അധികമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്ലവർ അത്രേ ഉള്ളൂ. കാരണം ആദ്യം നമ്മൾ മാജിക് റിങ് ചെയ്യുക, പിന്നെ നമ്മളെ എല്ലാവർക്കും എപ്പോഴും നമ്മളെല്ലാ പാറ്റേൺസിലും യൂസ് ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്തത്. 24 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, പിന്നെ സിംഗിൾ ക്രോഷ്യ, ചെയിനൊക്കെ എല്ലാവർക്കും അറിയണ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അങ്ങനെ നമ്മൾ ആ ഫുൾ ചെയ്തെടുത്തു. എന്നിട്ട് ആ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി ആ എക്സസ് ആയിട്ടുള്ള നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഫസ്റ്റിൽ നമ്മൾ ആ എക്സസ് ആയി വന്നിട്ടുള്ള ഈ ആണിനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. അത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് അവിടെ കറക്റ്റ് ഒന്ന് സേഫാക്കി. ഇനി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ലോക്ക് ചെയ്തു. ദെൻ ഇനി എക്സസ് വന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആക്കി വയ്ക്കുക. എന്നിട്ടും അധികമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ നമ്മൾ സിമ്പിൾ ഫ്ലവർ ഇവിടെ റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.